നമസ്കാരം. മറയൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇതോടനുബന്ധിച്ച് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകളും നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ പട്ടിക ജാതി വിഭാഗത്തിലെ കുട്ടികളുടെ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സർക്കാരിന്റെ നിർദ്ദേശം നടത്തപ്പെടുന്ന ലാപ്ടോപ്പ് വിതരണത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വിവിധ തലങ്ങളിൽ +2 മുതൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 10ന്റെയും +2വിന്റെ ഉന്നത വിജയം കരസ്ഥമായ കുട്ടികളെ ആദരിക്കൽ ചടങ്ങിന്റെയും അധ്യക്ഷ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി അവരുകളെ, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കരനായ ഈ ഡിവിഷന്റെ മെമ്പർ രാജേട്ടൻ, ആസൂത്രണ സമിതി അംഗങ്ങളായ ആൻസി ചേട്ടൻ, കാളിദാസ്, പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളായ ജോസിയേട്ടൻ, അതുപോലെ തന്നെ മറ്റ് വാർഡ് മെമ്പർമാർ, പ്രിയപ്പെട്ട സെക്രട്ടറി, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് വളരെ സങ്കടമുണ്ട്. എന്നുവെച്ചെങ്കിൽ 7 മാസം മുമ്പ് ഈ ലാപ്ടോപ്പ് പഞ്ചായത്തിൽ ലഭിച്ചതാണ്. അപ്പോൾ 7 മാസം മുമ്പ് എന്ന് പറഞ്ഞ ഒരു അധ്യയന വർഷത്തിൻ്റെ ഒരു ഭൂരിപക്ഷം വരുന്ന സമയം ഇത് വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് ഇതിവിടെ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേ ദിവസം വരുന്നു, പിറ്റേ ദിവസം പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അങ്ങനെ ആ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2-3 മാസം നഷ്ടപ്പെടുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അങ്ങനെ 2 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്ത് അതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിതരണം ചെയ്യാൻ ഇത്രയേറെ കാലതാമസം ഉണ്ടായി. വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KP രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും ഇത് മനസ്സിലാക്കി വിദ്യാർത്ഥികൾ ലാപ്ടോപ്പും മൊബൈലും മറ്റും നല്ല കാര്യങ്ങൾക്ക് മാത്രം പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പദ്ധതിയെ സംബന്ധിച്ചും മറ്റും ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നത്. പഠനവുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വളരെ അത്യാവശ്യമുള്ളൊരു ഉപകരണമാണ്. ഒരുപാട് കാര്യങ്ങൾ ആ ലാപ്ടോപ്പിൽ കൂടി നമുക്ക് പഠിക്കുവാനും പഠനത്തിന് സഹായകരമായ മറ്റ് കാര്യങ്ങൾ അതിൽ എത്തിച്ചേരുവാനൊക്കെ കഴിയും. ഒരു അധ്യാപകൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ഈ ലോകത്തിലെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാൻ പറ്റുന്നൊരു ഉപകരണം ലാപ്ടോപ്പ്. പക്ഷേ അതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി വേണം കുട്ടികളത് പ്രവർത്തിക്കുവാൻ, അത് ഉപയോഗിക്കുവാൻ. നമുക്കറിയാം, സൈബർ മേഖലയിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. ഒട്ടനവധി കുറ്റകൃത്യങ്ങൾ സൈബർ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊക്കെ ഇടപെടാതെ, അതിലൊന്നും തല കൊടുക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, പഠന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ലാപ്ടോപ്പ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് എനിക്ക് പറയുകയാണ്. അതൊരു ഉപദേശമായിട്ട് കാണണം. പഞ്ചായത്ത് ഭരണസമിതി നീക്കം അഭിനന്ദനാർഹമെന്ന് ചടങ്ങിൽ സംസാരിക്കവേ മറയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആൻസി ആന്റണി പറഞ്ഞു. മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലാപ്ടോപ്പ് വിതരണം നടക്കുകയാണ്. പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് 37 പേർക്ക് അല്ലേ 37 പേർക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ SSLCക്കും +2വിനുമൊക്കെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്യുന്നു. തികച്ചും നല്ല ഒരു പ്രവർത്തനമാണ്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, മറയൂർ മേഖലയിൽ സർക്കാർ ജീവനക്കാരുടെ കുറവെന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. വല്ല വെല്ലയിലുണ്ടാവുന്ന ആരെങ്കിലൊക്കെ ഉള്ളൂ. ഇപ്പോൾ ആശുപത്രിയിൽ ഒരു വാർത്ത ഇന്ന് വന്നു. ആശുപത്രിയിലെ വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 300-ലധികം രോഗികൾ വരുന്നു, ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. അപ്പോൾ ഇത് ഡോക്ടർമാർ വന്ന് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മറ്റ് പല ഡിപ്പാർട്ട്മെന്റിലും ജീവനക്കാർ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. മറയൂർ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട്, പണ്ടത്തെ അവസ്ഥക്കൊക്കെ മാറ്റം വന്നു. എങ്കിൽ പോലും മറ്റ് പ്രദേശങ്ങളുമായിട്ട് പോകുമ്പോൾ അവർക്ക് അവരുടെ വീടുകളിൽ
ഒന്ന് പോയി വരാനുള്ള ബുദ്ധിമുട്ട്, ഇവിടുത്തെ താമസ സൗകര്യം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ പ്രദേശത്ത് ഞങ്ങൾ പഠിച്ചു വലുതായി വന്ന ശേഷം ടെസ്റ്റൊക്കെ എഴുതി മറയൂരിന് സേവനം ചെയ്യുന്ന കുട്ടികളായിട്ട് മാറണം എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ലാപ്ടോപ്പ് വാങ്ങാൻ വന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഇത് ആദരിക്കപ്പെടുന്ന കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മറയൂർ ഏറെ പിന്നിലാണെന്നും പുതുതലമുറ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ എന്നും പഞ്ചായത്ത് സെക്രട്ടറി അഖിൽ PM പറഞ്ഞു. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഞാൻ വിചാരിച്ചു മറയൂരാണ് ഒരു PSC സെന്റർ ഇല്ലാത്ത നല്ലത്. പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ദേവികുളം മണ്ഡലത്തിൽ, അതായത് കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ദേവികുളം മണ്ഡലത്തിൽ പോലും ഒരു PSC സെന്റർ നിലവിലില്ല. മൂന്നാർ അല്ലെങ്കിൽ അടിമാലി, ഇവിടെ എവിടെയും അടിമാലി ഉണ്ടെന്ന് തോന്നില്ല, അടിമാലിയില്ല. ഇവിടെ എവിടെയും ഒരു PSC സെന്റർ ഇവിടെ ഇല്ലാന്ന് എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നത്. ഞാൻ ആദ്യമായിട്ട് കേട്ട സമയത്ത് അയ്യോ എന്താ എങ്ങനെയെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഗ്രാമത്തിൽ, അതായത് എത്ര ഒരു 2000 പേരെ ഉണ്ടാവുള്ളൂ എൻ്റെ ഗ്രാമത്തിൽ. എൻ്റെ ഗ്രാമത്തിൽ ചെറിയൊരു PSC സെന്റർ ഉണ്ട്. അപ്പോൾ നമ്മുടെ മറ്റ് കേരളത്തിലെ മേഖലകളും അല്ലെങ്കിൽ മറ്റ് കേരളത്തിലുള്ള ഗ്രാമങ്ങളും അല്ലെങ്കിൽ മറ്റ് കേരളത്തിലുള്ള സ്ഥലങ്ങളും നമ്മുടെ സ്ഥലങ്ങളും എത്രത്തോളം ഡിഫറൻ്റ് ആണെന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിന് മുൻപത്തെ MLA A. രാജ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാനും കാന്തല്ലൂരിലെ സെക്രട്ടറിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇവിടെ PSC സെന്റർ തുടങ്ങേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഒരു ഇലക്ഷന് മുൻപ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ പുതിയ MLA വന്നിട്ടുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ ആൾ തന്നെയാണ്, നമ്മുടെ ഭരണസമിതിയും കോൺഗ്രസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ ഭേദം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് മറയൂരിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒന്നിച്ചുകൊണ്ട് ഇവിടെ ഒരു PSC സെന്റർ തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC ജോസ്, ആസൂത്രണ സമിതി അംഗം ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ദീപ അരുൾ ജ്യോതി സ്വാഗതവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അലി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.